അടുപ്പിലാണ് കേട്ടോ ഇന്നത്തെ പാചകം. ഒരു ഉരുളി വെച്ച് എണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് 1.5 കിലോ അരിഞ്ഞ സബോള ചേർത്തു. അത് നന്നായി വാടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കുക. അതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയതും ഒരു പിടി വേപ്പിൻ്റെ ഇലയും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി വാടി വരുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതും വാടി വരുമ്പോൾ 2 പഴുത്ത തക്കാളി അരിഞ്ഞ് ചേർക്കുക. ഇത് നന്നായി വാടി വരണം. നന്നായി വഴറ്റി എണ്ണ തെളിയുന്നത് വരെ ആയ ശേഷം എണ്ണ തെളിയുമ്പോൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കുക. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് ഇളക്കുക. അതിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് ഇളക്കുക. നന്നായി ഇളക്കിയ ശേഷം ഇതിലേക്ക് വേറെ സാധനമാണ് ചേർക്കുന്നത്, ടൊമാറ്റോ കെച്ചപ്പ്. അതും ചേർത്ത് ഇളക്കിയ ശേഷം കുറച്ച് സോയാ സോസും ചേർക്കുക. ഒരു ഇത്തിരി പുതിനയിലയും ഒരു പിടി മല്ലിയിലയും ചേർത്ത് ഇളക്കുക. അത് വാടി വരുമ്പോൾ കുറച്ച് തൈര് ചേർക്കുക. അതും ഇളക്കിയ ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇളക്കി അത് വറ്റിച്ചെടുക്കുക. ആ വറ്റിച്ചെടുക്കുന്ന മസാലയിലേക്ക് നമ്മുടെ മുട്ട പുഴുങ്ങിയത് ചേർക്കുക. ഇങ്ങനെ വരഞ്ഞ് വെച്ച മുട്ടയാട്ടോ ചേർക്കേണ്ടത്. പുഴുങ്ങിയ മുട്ടയും ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി വിതറി കഴിഞ്ഞാൽ മസാല റെഡി. ഇനി റൈസിലേക്ക് നോക്കാം. ഓയിലും നെയ്യും ചൂടാക്കുക. അതിലേക്ക് ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് ഇളക്കുക. അത് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് മുന്തിരി, അതും പാകമാകുമ്പോൾ കോരി മാറ്റുക. അതേ എണ്ണയിലേക്ക് തന്നെ ഒരു പിടി സബോള വറുത്തെടുക്കുക. ഇതെല്ലാം റൈസിൻ്റെ മുകളിലേക്ക് ഇടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതും വറുത്തെടുക്കുക. നല്ല ബ്രൗൺ നിറമാവുന്ന സമയത്ത് സബോള കോരി മാറ്റുക. ഇതേ എണ്ണയിലേക്ക് കുറച്ച് പെരിഞ്ചീരകം, പട്ട, തക്കോലം, ഗ്രാമ്പൂ എന്നിവ ചേർക്കുക. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു പിടി സബോള വഴറ്റാൻ ചേർക്കുക. വഴറ്റിയാൽ മതി, ബ്രൗൺ നിറമാക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ വെള്ളം ചൂടായതിലേക്ക് ചേർക്കുക. അരി വേവിക്കുന്നതിന് വെള്ളത്തിലേക്കാണ് ഈ ചേർക്കുന്നത്. നമ്മൾ ഈ മൂപ്പിച്ച് വെച്ചതെല്ലാം ചേർത്ത ശേഷം 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയിലയും പുതിനയിലയും കുറേശ്ശെ, അതിലേക്ക് പാകത്തിന് ഉപ്പ്. ഇവിടെ കല്ലുപ്പാട്ടോ എടുക്കുന്നത്. നമ്മുടെ റൈസിന് നല്ല ഫ്ലേവർ കിട്ടാനാട്ടോ. പിന്നെ നാരങ്ങനീരോ വിനാഗിരിയോ ചേർക്കാം. വിനാഗിരി ചേർത്തു. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരി ചേർക്കുക. അത് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ദമ്മിടാനുള്ള പാത്രം റെഡിയാക്കി അതിലേക്ക് ആദ്യം മുട്ട മസാല നിരത്തുക. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് വിതറുക. ഇതിലേക്ക് ഊറ്റിയ അരി ചേർക്കുക. അത് 2 വട്ടം ഇട്ട ശേഷം അതിലേക്ക് മല്ലിയില, പുതിനയില, കുറച്ച് നെയ്യ്, മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയത്, കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കുക. വീണ്ടും ബാക്കിയുള്ള ചോറ് ഊറ്റിയെടുക്കുക. അതേ പ്രോസസ്സ് തന്നെ ചെയ്യുക. ഇതിലേക്ക് കൂടുതലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും എസൻസും ചേർക്കുക. ഇതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ച് അടച്ച ശേഷം ഭാരം കയറ്റി 10 മിനിറ്റ് സിമ്മിൽ വെക്കുക. 15 മിനിറ്റ് ചൂടാറിയ ശേഷം തുറന്നു നോക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ള എഗ്ഗ്